സോ ഹലോ ഗായ്സ്, ഐസിസ് ബൈക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 3 നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹൗസും കാര്യങ്ങളൊക്കെയാണ് ബിൽഡ് ചെയ്തത്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം, വില്ലേജ് ലൂട്ട് ചെയ്യണം, വില്ലേജസിന് എടുത്തുകൊണ്ട് വരണം, ഒരു ബ്രീഡർ ഫാം ഉണ്ടാക്കണം. അപ്പം ഇത്രയും ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എപ്പിസോഡിൽ. എന്തായാലും ബ്രീഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, നമുക്ക് ആവശ്യമാണ്. എന്നാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. നമ്മൾ സ്പോൺ ഐലൻഡ് അതാണ്, അവിടെ നമ്മൾ അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് വരിക ചെയ്തേ. നമുക്ക് എന്തായാലും ഈ ഒരു ഡയറക്ഷനിലേക്ക് പോയി നോക്കാം. അതിന് മുന്നേ കുറച്ച് ലീഡ് കാര്യം, പിന്നെ നമ്മൾ നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാം ഉള്ളിലോട്ടാക്കി, ഇന്ത്യയിലെല്ലാം ചെയ്തു. നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്തിട്ട് ഇവിടെ ഇത്രയും നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമുക്ക് ലീഷും കാര്യങ്ങളും എടുക്കണം, 2 ബോട്ട് ഉണ്ടാക്കണം, കുറച്ച് ഫുഡ് എടുക്കാം, പോണ വഴിയിൽ ഫുഡ് കളക്ട് ചെയ്യണം ഗൈസ്. എന്നിട്ട് നമുക്ക് പോവാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും ഞാൻ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഫുഡും കാര്യങ്ങളും. ഓക്കെ, ഓക്കിലോവിനാലും നമുക്ക് ബേർഡ്സ് എടുക്കാം, കുറച്ച് അഡീഷണൽ ബ്ലോക്സ് എടുക്കാം. കുറേ ദൂരം എന്തായാലും നമ്മൾ പോവും. 4 ലീഷ് ഇരുന്നോട്ടെ, എപ്പോഴെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ എന്തെങ്കിലും നേരെ ബോട്ട് 2 ക്രാഫ്റ്റ് ചെയ്യാം. എങ്ങാനും വാട്ടറിൽ കൂടെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല കഴിയും. അതുകൊണ്ട് ഞാൻ ബോട്ടും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, 2 ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം വില്ലേജേഴ്സിനായിട്ട് കൊണ്ടുവരണമല്ലോ അങ്ങോട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ ട്രാവലിലേക്ക് നടക്കാം. ഞാൻ എന്തായാലും കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ കളയും. ഞാൻ ഇതിലൊരു ടൈം ലാപ്സ് ഇടാം. പിന്നെ ബോണും കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഗൈസ്. നമുക്കങ്ങനെ പട്ടീനെ കാണാണെങ്കിൽ ടൈം ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി നേരെ ട്രാവലിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദൂരമൊന്നും വന്നില്ല. ബട്ട് വില്ലേജാണ്, പക്ഷെ ഇത് അബാൻഡൻ്റ് ആണ്, വില്ലേജറൊന്നും ഉണ്ടാവില്ല. അതൊരു പ്രശ്നമാണ്. എന്നാലും നമുക്ക് ലൂട്ട് ചെയ്യാനായി. വില്ലേജറെ നോക്കിയാണ് ഞാൻ ശരിക്കും വന്നത്. ഇവരിന് ക്യൂർ ചെയ്യാനൊന്നും നിൽക്കുള്ള, ഞാൻ ആ പരിപാടിക്ക് പോകണുള്ള. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് വേറെ വില്ലേജൊക്കെ പോകാം. ഞാൻ എന്തായാലും കുറച്ച് ദൂരം ആയിട്ടുള്ളൂ, പക്ഷേ ഭാഗ്യമില്ല. എന്തായാലും പൊട്ടാറ്റോയും കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഫുഡ് ഫാമൊക്കെ ഉണ്ടാക്കണം ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിനുവേണ്ടി പൊട്ടാറ്റോയും ക്യാരറ്റൊക്കെ വേണം. ക്യാരറ്റാണ് നമ്മുടെ ഏത് ബ്രീഡിങ് ഫാമിനായിട്ട് ആവശ്യം. കുറച്ച് ക്യാരറ്റൊന്നും കാണാനില്ല ഇവിടെ. നടത്തും പൊട്ടാറ്റോ. ഞാൻ എന്തായാലും ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും നോക്കി പോകാൻ പോകും. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ നേരത്തിന് ശേഷം ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല ദൂരെയാണ്, അത്യാവശ്യം കുറേ ഡിസ്റ്റൻസ്. നൈറ്റ് സ്കിപ്പ് ചെയ്യാം ഗൈസ്. കുറച്ച് സ്പ്രൂസ് ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ കണ്ടു. പിന്നെ ഒരു സാപ്ലിങ് കൊടുത്തു. നമ്മുടെ ബേസിൻ്റെ അവിടെ സ്പ്രൂസിൻ്റെ ബിൽസ് വാങ്ങി വയ്ക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെന്തായാലും നൈറ്റ് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഗൈസ്. കുറേ നേരം എടുത്തു, ബട്ട് ഫൈനലി കണ്ടു. ബട്ട് ഇവിടെ നിന്ന് കുറേ ദൂരം ഞാൻ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകണ്ടേ എന്നാണ് എൻ്റെ വിഷമം. ഇതിപ്പോൾ നല്ല ദൂരമാണ്. നമ്മുടെ ബേസ് ഇരിക്കുന്നത് -100ഉം 100ഉമാണ്. ഞാൻ കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായി. -100 ഫസ്റ്റും അവസാനത്തെ ഹവറും 100. ഇപ്പം നിൽക്കുന്നത് കണ്ടോ, ഒരുപാട് ദൂരെയാണ്. ഈ വില്ലേജറിനെ വെച്ച് അങ്ങോട്ട് പോകണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം. ഇവരാണെങ്കിൽ ബോട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ കുഴപ്പമില്ല. ഈ വില്ലേജിൽ നമ്മുടെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്യാരറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് നിറഞ്ഞു ഗൈസ്. ഇവിടെ 2 പേര് നിൽക്കുന്നുണ്ട്. ദൈവമേ, ബോട്ടിൽ കയറിയുണ്ട്. കയറണം, കയറും. നീ കയറി വേഗം, എളുപ്പമായ മതിയായിരുന്നു.
ഓഫ് ഗൈസ്, അങ്ങനെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇവർ രണ്ടുപേരും അടുത്തേക്ക് കൊണ്ടുവരണം, അതാണ് അടുത്ത ടാസ്ക്. നല്ല സ്പീഡിൽ പോയിലും ഗൈസ് ഇപ്പോൾ ലീഷ് പൊട്ടില്ല, അവർ നല്ല സ്പീഡിൽ വരെയും ചെയ്യും. ലീഷ് പൊട്ടില്ല എന്നുള്ള ഉദാഹരണം എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാവും. കൈയുടെ അവിടെ ലീഷ് ഇരിക്കുന്നുണ്ട്. എത്ര സ്പീഡിൽ പോയാലും ആ ലീഷ് അവിടെ തന്നെ ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും, അവർ വരുന്ന സ്പീഡ് അറിയാൻ പറ്റും. എന്തായാലും നല്ലതാണ്. ഇനി ഞാൻ എന്തായാലും ബേസിലെത്തിയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കാണിക്കാൻ കഴിയും. അപ്പോൾ ഗൈസ് നമ്മൾ സക്സസ്ഫുള്ളി ബേസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഞാനുണ്ട്. നമ്മുടെ ബേസിൽ നിന്ന് 2000 ബ്ലോക്സ് എങ്ങാണ്ട് എവിടെയാണ് ഈ വില്ലേജ്. എന്തായാലും ഞാൻ വില്ലേജേഴ്സ് ബാക്കിലിട്ടോ ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്, അത് വേറെ കാര്യം. അതാണ് ഇപ്പോഴത്തെ ട്വിസ്റ്റും കാര്യങ്ങൾ നടക്കാൻ പോകണം. ഞാൻ കുറേ നേരമായിട്ട് നോക്കിയിട്ടില്ല, ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവും. നമ്മുടെ ലീഷ് എന്തായാലും നമ്മൾ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്, എനിക്ക് അത്ര പറയാനുള്ളൂ. ഓക്കെ, ലീഷും കാര്യങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചു. ഇനി നമുക്ക് ഇവരിതൊരു ഐലൻഡ് ആയതുകൊണ്ട് എനിക്ക് തുറന്നു വിടണതിന് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇവരെങ്ങാനും ക്രോസ് ചെയ്ത് അപ്പുറത്തെ ഐലൻഡിൽ പോയി പിന്നെ ഇവരെ നോക്കി നടക്കേണ്ടി വരും. ഇപ്പം നമ്മൾ പോയാലും നമുക്ക് ക്യാരറ്റ് മാത്രമാണ് കിട്ടാത്തത്, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി. ഇനി ഈ ബ്രീഡറും കാര്യങ്ങളും നന്നായിട്ട് പോയാൽ നമുക്ക് ഈ ബ്രീഡർ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്കായാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രീഡും കാര്യങ്ങളൊക്കെ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബട്ട് എനിക്ക് ആ ഇത് കിട്ടിയില്ല, ടൈം ലാപ്സ് ഇടാൻ വേണ്ടി അത് റെക്കോർഡിങ് കിട്ടിയില്ല, അത് കറക്റ്റായി പോയി. അത് സോറി ഗൈസ്. ഇത് കഴിഞ്ഞത് നമ്മൾ ഒരു എഫിഷ്യൻ്റ് ആയതാണെന്നാണ് തോന്നണേ. ഇതൊരു ബേബി വന്നിരുന്നു, ബട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓടിപ്പോയി എന്തൊരു കാരണം. അത് ഞാൻ എന്നിട്ട് ശരിയാക്കി. ഓടിപ്പോയി ബേബിനെ ട്രൈഡൻ്റുള്ള ആൾ കൊന്നു തോന്നണം, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതാണ് കാര്യങ്ങൾ. അപ്പം നമ്മുടെ ബ്രീഡറും കാര്യങ്ങളൊക്കെ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് പൊട്ടാറ്റോ ആണ് നട്ടാണ്. അപ്പോൾ ഇവരിത് ഷെയർ ചെയ്ത് ബേബി ബെഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴും. ഇവിടെ വരും. ഇവിടെ ഒരു കുഴി ഉണ്ടോ, സൈൻ ബോർഡൊക്കെ വെച്ചിട്ടൊരു കുഴി വെച്ചിട്ടുണ്ട്. കാണിച്ചുതരാം. ആ കുഴിയിൽ ചെറുത് കിടക്കും. ചെറുത് വില്ലേജേഴ്സൊക്കെ വലുതായി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പൊന്തി ഇവിടെ വന്ന് കിടക്കും. വന്ന് കിടക്കുന്ന വില്ലേജേഴ്സിനെ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൈൻ കാർട്ട് വെച്ചിട്ടുണ്ട്. ആ മൈൻ കാർട്ടൊക്കെ ഇവിടെ വെച്ചാൽ ഇതിൽ കൂടെ എന്താ വില്ലേജർ കളക്റ്റായി നേരെ മുകളിലെത്തും. പിന്നെ നമുക്ക് ആവശ്യമുള്ളിടത്തേക്ക് റെയിലിട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണ് ചെയ്തത്. ഡിസ്പെൻസറിൻ്റെ സംഭവങ്ങളും എൻ്റെ റെഡ് സ്റ്റോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ വെച്ചാണ്. പവർ ഡ്രൈലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മളിതിനെ മോഡിഫൈ ചെയ്യും. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് വേഗം വരുന്നതാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ് എനിക്കറിയാം. സോ ഐസി സ്പൈക്ക് സൈനിങ് ഔട്ട്.